അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാം, ഒരു നിമിഷ നേരം കൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് തോന്നാറുണ്ട്. എക്സാം ഹാളിലായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ ഒന്ന് ചെയ്തെടുക്കണം, അത് ഒരുപാട് സമയം പോകരുത്, അങ്ങനെയൊക്കെ തോന്നാറില്ലേ? അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗുണനം പഠിച്ചു തുടങ്ങിയ ഒരാൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ട്രിക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എന്താണ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ തന്നിരിക്കുന്ന സംഖ്യകളിലെ 10ൻ്റെ സ്ഥാനത്തെ അക്കങ്ങൾ തുല്യവും അതേപോലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 10 വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 24 × 26. അതിലെ 10ൻ്റെ സ്ഥാനത്തെ അക്കം നോക്കിയേ, 2ഉം 2ഉമാണ്. അതേപോലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കിക്കേ, 24ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4ഉം 26ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6ഉമാണ്. അപ്പം 6ഉം 4ഉം കൂടെ കൂട്ടിയപ്പം 10. അതേപോലെ നമ്മൾ എല്ലാത്തിലും നോക്കിക്കേ ഒന്ന്. ഇവിടെ ആണെങ്കിലും 3ഉം 3ഉമാണ്, ഇവിടെ 4ഉം 4ഉം, ഇവിടെ 5ഉം 5ഉമാണ്. അതേപോലെ എന്താണ്, ഇവിടുത്തെ 2ഉം 8ഉം കൂടെ കൂട്ടിയാലും 10, 3ഉം 7ഉം കൂടെ കൂട്ടിയാലും 10, 4ഉം 6ഉം കൂടെ കൂട്ടിയാലും 10. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളിലാണ് നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. 24 × 26. അപ്പം നമ്മളിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ എന്താണ്, ഈ 4ഉം 6ഉമാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പം 4 × 6 എത്ര കിട്ടും? 24 അല്ലേ? 4 × 6 എത്രയാണ്? 24. എന്നിട്ട് എന്ത് ചെയ്യണം? 10ൻ്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? ഇവിടെ രണ്ടിടത്തും 2 അല്ലേ? അപ്പോൾ 2ൻ്റെ അടുത്ത സംഖ്യ എത്രയാ? 3. അപ്പം 2 × 3 എത്രയാ? 6. ഇങ്ങനെ അത് 2ൻ്റെ അടുത്ത സംഖ്യ 3 അല്ലേ? അപ്പോൾ 2 × 3 6. കണ്ടില്ലേ? എത്ര ഈസി ആയിട്ട് നമ്മൾ എത്രയോ ബുദ്ധിമുട്ടി നമ്മളിരുന്ന് എങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. 24 × 26 ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യണ്ടേ. ഇപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലാവാത്തവർ ഒന്നും കൂടെ നോക്കിക്കോ, അടുത്തതും കൂടെ ഞാൻ പറയാം. അപ്പം ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ നോക്കിക്കേ. ഇതിൻ്റെ 10ൻ്റെ സ്ഥാനത്തെ അക്കം തുല്യമായിരിക്കണം. അതേപോലെ ഈ രണ്ട് സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് വരണം? 10ഉം വരണം കേട്ടോ. അപ്പോൾ ഇതിനെ ചെയ്യാനായിട്ടുള്ള എളുപ്പവഴി നമ്മൾ നോക്കുവാണ്. 2ഉം 8ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുക. എത്ര കിട്ടി? 16 അല്ലേ? 16 കിട്ടി. ഇനി എന്തോ ചെയ്യണ്ടേ? 3 ഇവിടുത്തെ 10ൻ്റെ സ്ഥാനത്തെ സംഖ്യ. അപ്പോൾ 3 അടുത്ത സംഖ്യ ഏതാണ്? 4. കണ്ടില്ലേ? 3 × 4 എത്രയാണ്? 12. കണ്ടില്ലേ? എളുപ്പ വഴിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഗുണിച്ചല്ലാതെ നോക്കിക്കോ, എത്ര ഇതിന് ആൻസർ തന്നെയാണെന്ന് സംശയമുള്ളവർ കാണുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ ഇത്രയും ചെയ്തെടുക്കുമ്പോൾ തന്നെ എത്ര നേരം എടുക്കുമെന്ന് നോക്കിയേ. കണ്ടില്ലേ? നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്നതാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അടുത്ത സംഖ്യ നോക്കാം. അപ്പം ഇതിനമ്മ സംശയമുള്ളവർക്ക് നമുക്ക് അടുത്ത സംഖ്യയിൽ നോക്കാം. എങ്ങനെയാണിതാ, ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തെയൊക്കെ ഇൻറ്റു ചെയ്യുക. എത്ര കിട്ടി? അതേപോലെ 10ൻ്റെ സ്ഥാനത്തേക്കും അതിൻ്റെ അടുത്ത സംഖ്യയും കൂടി ഇൻറ്റു ചെയ്യുക. കണ്ടോ? അപ്പം 4 5 20. കറക്റ്റായോ? ഇപ്പോൾ പിടികിട്ടിയില്ലേ? പിടികിട്ടിയോ? എന്നാൽ പിന്നെ അടുത്തൊരു സംഖ്യ കൂടെ നോക്കാം. വേണ്ടേ? 4 6 എത്ര കിട്ടും? 24. ഇനി എന്തോ ചെയ്യണ്ടേ? 5ൻ്റെ അടുത്ത സംഖ്യ 5 × 6 എത്ര? 30. കണ്ടോ? എന്ത് എളുപ്പമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇടന്ന് എഴുതി ചെയ്യുന്നതിനേക്കാളൊക്കെ എളുപ്പ വഴിയാണിത്. ഇപ്പം സംശയമുണ്ട് ഇത്രയും ചെയ്ത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സംഖ്യകളിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ സംശയമുള്ളവർക്കിപ്പം കുറേ സംഖ്യകൾ ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ ശരിയാവും. ഇപ്പം നമുക്കൊന്നും കൂടെ നോക്കാം. അടുത്തൊരു സംഖ്യ എന്നാൽ സംശയമുള്ളവർക്കൊന്ന് നോക്കാം. എന്തോ എഴുതും നമ്മൾ? 63 എത്രയാണ്?
67. അതായത് ഈ രണ്ടാമത്തെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് എന്ത് വരണം? കൂട്ടുമ്പം 10 വരണം. ആദ്യത്തെ സംഖ്യകൾ സെയിം ആയിരിക്കുകയും വേണം. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എളുപ്പ വഴി ചെയ്യാം. കണ്ടില്ലേ? അപ്പം 3 × 7 എത്ര വരും? 21. കിട്ടിയോ? ഇനി 6 × 7 എത്ര? 42. സംശയമുള്ളവർ ചെയ്ത് നോക്കിക്കോ, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. കണ്ടോ? ഇനി ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാനൊന്നും നിൽക്കല്. കണ്ടോ, ഇത് എളുപ്പ വഴിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അതിൻ്റെ ആൻസർ എന്തുവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. 74 × എത്രയാണ്? 76. 10 വരണ്ടേ? എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ ഞാൻ ഇതേപോലുള്ള ട്രിക്കുകൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.